Hello everyone, my dear OET aspirants. Welcome to another video and this is Sharon here. Pink ഇംഗ്ലീഷിന്റെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മൾ ഇന്ന് ഈ ഒരു സെഷനിലെ വീഡിയോ ആയിട്ട് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ സ്പീക്കിംഗ്, അതായത് ഒരുപാട് സ്റ്റുഡൻസ് നമ്മുടെ അടുത്ത് പറഞ്ഞു സ്പീക്കിങ്ങിന്റെ സെക്ഷൻസ് അവർക്ക് ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഫീൽ ചെയ്യുന്നുണ്ട്, പല സെറ്റിംഗ് എങ്ങനെ ചെയ്യണം എന്ന് അറിയത്തില്ല. അപ്പം അതിനെപ്പറ്റി കൂടുതൽ വീഡിയോസ് വേണം എന്ന് പറഞ്ഞ് നമ്മൾ വീഡിയോസ് ഇടുന്നുണ്ട് നമ്മുടെ യൂട്യൂബ് ചാനലിനകത്ത്. ബട്ട് കൂടുതലായിട്ട് എക്സാം പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിനും അതുപോലെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് സ്പീക്കിംഗ് എങ്ങനെ ചെയ്യാം എന്നുള്ള രീതിയിലുള്ള ക്ലാസ്സുകളാണ് നമ്മൾ ഈ ഒരു യൂട്യൂബിൽ നമ്മൾ തരുന്നത് വീഡിയോസിലൂടെ. സോ ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്ന സെറ്റിംഗ് എന്ന് പറയുന്നത് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ആണ്. ബിഫോർ ബിഗിനിങ് ദ സെഷൻ ഐ വുഡ് ലൈക്ക് ടു ടെൽ യു ദാറ്റ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻഡ് വരെ നിങ്ങൾ കാണണം, കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. ഇൻ ബിറ്റ്വീൻ ഞാൻ പറയുന്ന സെന്റൻസുകളും കാര്യങ്ങളും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ആൻഡ് ദെൻ അറ്റ് ദി എൻഡ് ഓഫ് ദി സെഷൻ യു ജസ്റ്റ് ട്രൈ ടു റൈറ്റ് ഇറ്റ് ഇൻ യുവർ ഓൺ വേർഡ്സ് ഓർ സെന്റൻസസ്. നിങ്ങളുടെ തന്നെ സെന്റൻസിലും വേർഡ്സിലും എഴുതാൻ നോക്കണം, പറയുന്ന സെറ്റിങ്ങിനെ അല്ലെ ടാസ്കിനെ ഡിസ്ക്രൈബ് ചെയ്ത് കേട്ടോ. സോ എനിവേ ലെറ്റ്സ് മൂവ് ടു ദ വീഡിയോ വിതൗട്ട് ഫർദർ എക്സ്പ്ലനേഷൻ. സോ ആദ്യം നമ്മൾ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ആണ് ഇവിടുത്തെ സെറ്റിംഗ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ദെൻ വെൻ യു റീഡ് ദ ഫസ്റ്റ് പോർഷൻ, നഴ്സിന്റെ പോർഷൻ വായിക്കുകയാണെങ്കിൽ യു സീ എ 28-year-old who has been training to run a half marathon. Okay, he or she arrives after feeling unwell on a practice run. So അതാണ് ഇവിടുത്തെ നഴ്സിന്റെ പോർഷൻ കൊടുത്തിരിക്കുന്നത്. ആൻഡ് ദെൻ യു ക്യാൻ സീ ദ ടാസ്ക് ഹിയർ. ടാസ്കിനകത്ത് ഗ്രീറ്റ് ദ പേഷ്യന്റ് ആൻഡ് ആസ്ക് her reason for coming to the emergency department. അതായത് പേഷ്യന്റിന്റെ അടുത്ത് ഗ്രീറ്റ് ചെയ്യുക, എന്തിനാണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് വന്നത്, അതിന്റെ റീസൺ എന്താന്നുള്ളത് ചോദിച്ച് മനസ്സിലാക്കണം. Then find out about any other symptoms the patient may have had. പേഷ്യന്റിന് ഉള്ളതോ ഉണ്ടായതോ ആയിട്ടുള്ള എന്തെങ്കിലും വേറെ സിംറ്റംസ് എന്തെങ്കിലും ഉണ്ടായിരുന്നോ എന്നൊക്കെയുള്ളത് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കണം. ജസ്റ്റ് ലൈക്ക് ഫെയിന്റിങ്, പെയിന്, കൺഫ്യൂഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കണം. അപ്പൊ ഫൈൻഡ് ഔട്ട് എന്ന് പറയുമ്പോൾ വിച്ച് മീൻസ് നിങ്ങൾ ഓർത്തോണം നമ്മൾ ചോദിക്കാനുള്ളതാ. എക്സ്പ്ലനേഷൻ എന്ന് പറയുമ്പോൾ അവരോട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് അവർ പറയുന്ന ഡൗട്ടിനുള്ള എക്സ്പ്ലനേഷനാ. അപ്പൊ അങ്ങനെയൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കിക്കോണം. പിന്നെ റീഅഷ്യൂർ ദ പേഷ്യന്റ് ദാറ്റ് എ ഡോക്ടർ വിൽ സീ ഹിം ഓർ ഹർ വെരി ഷോർട്ട്ലി. അപ്പം നമ്മൾ റീഅഷ്യൂർ ചെയ്യുന്ന എന്തിനാ, അവരന്നേരം അതിന് തൊട്ട് മുമ്പ് എനിക്ക് ഡോക്ടറിനെ കാണണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ റീഅഷ്വറൻസ് കൊടുക്കുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് അവരുടെ ടാസ്ക് എന്താന്നുള്ളത് ഗസ് ചെയ്യാനുള്ള ക്ലൂസ് ആണ് കേട്ടോ. അപ്പൊ ഡോക്ടർ വരും എന്നുള്ളത് നമ്മൾ പേഷ്യന്റ് അടുത്ത് റീഅഷ്വർ ചെയ്യണം. ആൻഡ് വെരി ഷോർട്ട്ലി വരും. ഫൈൻഡ് ഔട്ട് ഇഫ് ഹി ടേക്കിംഗ് എനി മെഡിക്കേഷൻ ഫോർ എനി എക്സിസ്റ്റിംഗ് ഹെൽത്ത് പ്രോബ്ലം. ആസ്ക് അബൌട്ട് ദ പേഷ്യൻസ് ലെവൽ ഓഫ് ഹൈഡ്രേഷൻ ഡ്യൂറിങ് ദ റീസെന്റ് റൺ. അപ്പൊ ഇത് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ച് മനസ്സിലാക്കണം. വേറെ എന്തെങ്കിലും എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഹെൽത്ത് കണ്ടീഷനോ ഹെൽത്ത് ഇഷ്യൂസോ ഉണ്ടോ, ഏതെങ്കിലും ഹെൽത്ത് ഇഷ്യൂസിന്റെ മെഡിസിൻസ് എടുക്കുന്നുണ്ടോ, ആൻഡ് ഹൈഡ്രേഷൻ ലെവൽ എന്താണ്, അല്ലെ? മീൻ റീസെന്റ് റൺ ചെയ്തപ്പോൾ അവർക്ക് വയ്യാണ്ടായതുകൊണ്ടാണല്ലോ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഹൈഡ്രേഷൻ ലെവൽ എത്ര ഉണ്ടായിരുന്നു എന്നൊക്കെയുള്ള നമ്മൾ ചോദിച്ച് മനസ്സിലാക്കണം. ആൻഡ് ദെൻ യു ക്യാൻ സി ദ നെക്സ്റ്റ് ടാസ്ക് ഈസ് എക്സ്പ്രസ് സിമ്പതി വിത്ത് ദ പേഷ്യന്റ് ആൻഡ് സ്ട്രെസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് അഡിക്വേറ്റ് ഫ്ലൂയിഡ് ഇൻടേക്ക് വൈൽ എക്സസൈസിങ് ഇൻ ഹോട്ട് വെതർ. പേഷ്യന്റിനോട് നമുക്ക് അന്നേരം ഇവർ കുറെ കാര്യങ്ങൾ പറയും. അപ്പൊ നമുക്ക് അവരോട് ഒരു സിമ്പതി നമ്മൾ എക്സ്പ്രസ് ചെയ്ത് കാണിക്കണം. എന്നിട്ട് ഇവരോട് നമ്മൾ പറയുവാണ്, നിങ്ങൾ എസ്പെഷ്യലി നിങ്ങൾ റൺ ചെയ്യുമ്പോഴോ ഹോട്ട് വെതറിൽ നിങ്ങൾ എക്സസൈസ് ചെയ്യുമ്പോഴോ അഡിക്വേറ്റ് ആയിട്ടുള്ള ഫ്ലൂയിഡ് നിങ്ങൾ എടുക്കണം. വിച്ച് മീൻസ് ഇനഫ് വാട്ടർ നിങ്ങളുടെ ബോഡിയിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതിന്റെ ഇമ്പോർട്ടൻസിനെ സ്ട്രെസ് ചെയ്ത് കാണിക്കണം. അപ്പൊ ആ രീതിയിലുള്ള എംഫസൈസ് ചെയ്തിട്ടുള്ള സെന്റൻസുകൾ വേണം നിങ്ങൾ പറയാൻ കേട്ടോ. ഇമ്പറേറ്റീവ്, ഇമ്പോർട്ടന്റ് എന്നൊക്കെയുള്ള രീതിയിൽ സിഗ്നിഫിക്കന്റ് ലൈക്ക് എംഫസൈസ് ചെയ്ത് വേണം അവിടെ പറയാൻ വേണ്ടിയിട്ട്. നൗ നെക്സ്റ്റ് ടാസ്ക് പറയുന്നത് എക്സ്പ്ലെയിൻ ദാറ്റ് എ ഡോക്ടർ വിൽ ഡു എ ഫിസിക്കൽ എക്സാമിനേഷൻ. നമ്മൾ അവരോട് പറയുവാണ്, എനിവേ ലെറ്റ്സ് സി, ഡോക്ടർ വരും, ഡോക്ടർ വന്നിട്ട് ഒരു ഫിസിക്കൽ എക്സാമിനേഷൻ എടുക്കും. ആൻഡ് ദെൻ പേഷ്യന്റ് ടെമ്പറേച്ചർ ചെക്ക് ചെയ്യും, ബ്ലഡ് പ്രഷർ, യൂറിൻ, ആൻഡ് ദെൻ റീഅഷ്യൂർ ഹിം ഓർ ഹർ ദാറ്റ് ഇഫ് ഹീറ്റ് എക്സോഷൻ ഇസ് ഡയഗ്നോസ്ഡ് ദെൻ ഹി വിൽ സൂൺ റിക്കവർ. ഹീറ്റ് എക്സോഷൻ ആണെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ റിക്കവർ ആവുന്നുള്ള റീഅഷ്യൂർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ കുറച്ച് അഡ്വൈസ് കൊടുക്കുകയാണ്, ഇനി ഫ്യൂച്ചറിലേക്ക് ഹീറ്റ് എക്സോഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. Like I'm giving you some advice. For that purpose you can wear loose clothing, avoid hottest part of the day, etc. കൊടുത്തിരിക്കുന്നത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ആ പോയിന്റിൽ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ.
അപ്പൊ ഇത്രയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം. ഇനി നമുക്കൊന്ന് ഫസ്റ്റ് തൊട്ട് ചെയ്ത് നോക്കാം. അതിനു മുമ്പ് ഞാൻ നമ്മുടെ പേഷ്യന്റിന്റെ ടാസ്കിൽ എന്താ വരുന്നുള്ള ജസ്റ്റ് ഒന്ന് വായിക്കാം. അവര് 15 മിനിറ്റിന് റണ്ണിന് 15 മിനിറ്റിന് ശേഷം ഓടിയിന് 15 മിനിറ്റിന് ശേഷം അവർക്ക് വയ്യാണ്ട് വന്നു. ലൈക്ക് ഹി സ്റ്റാർട്ടഡ് ടു ഫീൽ നോസിനെസ് ഡിസിനെസ് ഒക്കെ ഉണ്ടായി. ആൻഡ് ദെൻ ഫെയിന്റ് ആയില്ല, പക്ഷെ മെന്റൽ ഡിസോറിയന്റേഷനും ഇല്ല, പക്ഷെ അവര് ഭയങ്കരമായിട്ട് വറീഡ് ആണ്. വേറെ സിംറ്റംസ് ലൈക്ക് മസിൽ ക്രാംസ്, ബാഡ് ഹെഡേക്ക് ഒക്കെ അവർക്കുണ്ട്. പിന്നെ ഡോക്ടറിനെ കാണണം എന്ന് പറയുന്നുണ്ട്. വേറെ മെഡിക്കൽ പ്രോബ്ലംസ് ഒന്നും ഇല്ലെന്ന് പറയുന്നു. പക്ഷെ കുറച്ച് മെഡിസിൻ വേറെന്തോ ലൈക്ക് ആന്റി ഹിസ്റ്റമിൻസ് ഒക്കെ എടുക്കുന്നുണ്ട്. വെള്ളം ഒരുപാട് അവർ കുടിച്ചില്ലായിരുന്നു. ആൻഡ് ദെൻ ലൈക്ക് അടുത്ത മാരത്തോൺ ആകുമ്പോഴത്തേനും ലൈക്ക് എനിക്ക് ഇത് ഓക്കെ ആകാൻ പറ്റുമോ എന്നൊക്കെയുള്ള കൺസേൺസ് ആണ് അവരുടെ. ഇനി നമുക്കൊന്ന് പയ്യെ ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ലൈക്ക് ഗ്രീറ്റിംഗ് ആണ് ഫസ്റ്റ് തുടങ്ങുന്നത്. അപ്പൊ നമുക്ക് ചെയ്യാം ലൈക്ക് ഗുഡ് മോർണിംഗ് അല്ലെ ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ്, ആ ടൈം എപ്പോഴാണോ അപ്പൊ നമ്മൾ പറയുക. ലൈക്ക് ഇവിടെ ഇപ്പം നമുക്ക് വേണമെങ്കിൽ ലൈക്ക് ഗുഡ് മോർണിംഗ് പറയണം. ഗുഡ് മോർണിംഗ്, മൈ നെയിം ഈസ് ഷാരൻ തോമസ്, അല്ലെങ്കിൽ നിങ്ങളുടെ പേര് പറയാം. വൺ ഓഫ് ദി രജിസ്റ്റേർഡ് നഴ്സസ് വർക്കിംഗ് ഇൻ ദിസ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. പല ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ട്, എമർജൻസി ഡിപ്പാർട്ട്മെന്റ് നമ്മൾ ഇത്രയും എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്ന്. ഈ ഒരു കേസിൽ നമുക്ക് കൊടുക്കാം. ബട്ട് കാരണം അവർ ഹാഫ് മാരത്തോൺ റൺ കഴിഞ്ഞിട്ടൊക്കെ കിടക്കുന്നതാണല്ലോ, ലൈക്ക് ഭയങ്കര അവർക്ക് കോമയിലൊന്നും അല്ല അവർ കിടക്കുന്നത്. അപ്പൊ നമുക്ക് പറയാം ലൈക്ക് വൺ ഓഫ് ദി രജിസ്റ്റേർഡ് നഴ്സസ് ഇൻ ദിസ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, ഹൗ കൻ ഐ ഹെൽപ്പ് യു എന്ന് ചോദിക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം കുഡ് യു പ്ലീസ് ടെൽ മി ദ റീസൺ ഫോർ കമ്മിങ് ടു ദി എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. അങ്ങനെ വേണമെങ്കിൽ പറയാം കേട്ടോ. ഞാൻ പറഞ്ഞു പോകുമ്പോൾ ജസ്റ്റ് ട്രൈ ടു റൈറ്റ് ഡൗൺ ദ സെന്റൻസസ്. പോസ് ചെയ്തിട്ട് ആ സെന്റൻസുകൾ എഴുതിയെടുക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണം. അതൊക്കെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും സെന്റൻസുകളൊക്കെയാണ് ഞാൻ പറഞ്ഞു പോകുന്നത് സ്പീക്കിങ്ങിന്റെ ഇടയ്ക്ക് കേട്ടോ. മനസ്സിലാവുന്ന രീതിയിലുള്ള സെന്റൻസുകളാണ് പറയുന്നത്. സോ ഗ്രീറ്റ് ചെയ്തു. ഗുഡ് മോർണിംഗ്, മൈ നെയിം ഈസ് സ്വാൻസോ, ഐ ആം വൺ ഓഫ് ദി രജിസ്റ്റേർഡ് നഴ്സസ് ഇൻ ദിസ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, ഹൗ കൻ ഐ ഹെൽപ്പ് യു. അപ്പൊ അവര് പറയും എന്താണ് പറയുന്നത്, ലൈക്ക് ഐ ഹാവ് കം ഹിയർ ടു ദ ക്ലിനിക് ലൈക്ക് ആഫ്റ്റർ 15 മിനിറ്റ്സ് ഓഫ് റണ്ണിങ് ടുഡേ ഐ ഹാഡ് എ റൺ. ഓക്കെ, ഒരു മാരത്തോൺ റൺ ഉണ്ടായിരുന്നു. അപ്പത്തേനും ഐ ഫെൽറ്റ് ഇമീഡിയറ്റ്ലി ഐ ഫെൽറ്റ് അൺവെൽ എന്നുള്ളത് പേഷ്യന്റ് പറയും. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, നമുക്കൊരു വിഷമം വന്നു, പേഷ്യന്റ് അൺവെൽ ആണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ നമുക്ക് പറയാം, ഓ ഐം സോ സോറി ടു ഹിയർ ദാറ്റ് യു ഫെൽറ്റ് അൺവെൽ വൈൽ റണ്ണിങ്. ബട്ട് ബിഫോർ മൂവിങ് ഫർദർ മേ ഐ നോ യുവർ നെയിം ആൻഡ് ഏജ് പ്ലീസ്. അവരുടെ പേരും അവരുടെ ഏജും നമ്മൾ ചോദിക്കണം, കാരണം നമ്മൾ ചോദിച്ചില്ലായിരുന്നല്ലോ. അപ്പൊ അവര് പറയും ലൈക്ക് മൈ നെയിം ഈസ്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ സേ മാത്യു എന്നാണെങ്കിൽ മാത്യു 28 years old. ഇത് പല രീതിയിൽ പേര് ചോദിക്കാം. ഒന്നെങ്കിൽ ഇത്രയും ചോദിച്ചതിന് ശേഷം പേര് ചോദിക്കാം, ഇല്ലെങ്കിൽ ആദ്യം തന്നെ ചോദിക്കാം മൈ നെയിം ഈസ്, നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ ചോദിക്കാം കുഡ് യു പ്ലീസ് ടെൽ മി യുവർ നെയിം എന്ന് പറയാം, നെയിം ആൻഡ് ഏജ്, എന്നിട്ട് ചോദിക്കാം ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം കേട്ടോ. രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാമേ. അത് നമുക്ക് നമ്മുടെ ഒരു ലോജിക്ക് അനുസരിച്ച് ആ ഒരു ഇൻട്രൊഡക്ഷനും അവരുടെ പേര് ചോദിക്കുന്ന കാര്യങ്ങളും നിങ്ങൾ റെഡി ആക്കിക്കോണേ. സോ അപ്പൊ നമ്മൾ ആദ്യം ഫൈൻഡ് ഔട്ട്, സോറി ഗ്രീറ്റിംഗ് ആണ് നമ്മൾ ചെയ്തത്, അത് ക്ലിയർ ആയി. നമ്മൾ ഗ്രീറ്റ് ചെയ്തു. ഓക്കെ, അത് രണ്ട് രീതി ചെയ്യാന്ന് ഞാൻ പറഞ്ഞല്ലോ, രണ്ട് മെത്തേഡ് ഉണ്ട്, 1 2. അത് രണ്ടും നമ്മൾ ചെയ്ത് അടുത്തത്. അപ്പൊ ഇവര് പറയുവാണ് ഞാൻ ലൈക്ക് ക്ലിനിക്കിലേക്ക് വരുന്നതിന് തൊട്ട് മുമ്പ് എനിക്ക് കുറച്ച് വയ്യാണ്ട് വന്നു എന്ന് പറഞ്ഞു. അത്ര മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നും അവർ തന്നിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഫൈൻഡ് ഔട്ട് അബൌട്ട് എനി അതർ സിംറ്റംസ്. വേറെ എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ച് മനസ്സിലാക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസും ക്ലോസ് എൻഡഡ് ക്വസ്റ്റ്യൻസിന്റെയും ഒരു ഇമ്പോർട്ടൻസ് ഇവിടെ വരുന്നത്. നമ്മൾ എപ്പോഴും പേഷ്യന്റിനോട് ചോദ്യങ്ങൾ ചോദിക്കും, ആദ്യം ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കേണ്ടത്, കൂടുതൽ അവർക്ക് പറയാനുള്ളത് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ്. പിന്നീടാണ് ക്ലോസ് എൻഡഡിലേക്ക് നമ്മൾ മൂവ് ചെയ്യേണ്ടത്. അപ്പൊ ഈ ഓപ്പൺ എൻഡഡ് ക്ലോസ് എൻഡഡ് എന്താണെന്ന് അറിയാൻ മേലാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ പിങ്ക് ഇംഗ്ലീഷിന്റെ തന്നെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിനകത്ത് ഈ വീഡിയോസ് ഇട്ടിട്ടുണ്ട്, നിങ്ങൾ പോയി കണ്ടു നോക്കുക കേട്ടോ. അപ്പൊ ഇവിടെ നമ്മൾ അടുത്തായിട്ട് ചോദിക്കാൻ പോകുന്നത്, okay, you told me that you felt unwell. Could you please explain what really happened to you during that run? Or could you please explain if you have any symptoms while running, അല്ലെങ്കിൽ while you felt unwell എന്നുള്ള ചോദിക്കാം. അപ്പൊ അവര് പറയും ലൈക്ക് ഐ ഹാഡ്, അപ്പൊ എന്താണ് ശരിക്കും സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഇവര് പറയുവാണ് 15 minutes immediately after the running I felt unwell, especially this afternoon. So I suddenly felt nauseous and dizziness എനിക്ക് വന്നു എന്നുള്ളത് ഇവര് പറയുവാണ്. ഇത്തരം കാര്യങ്ങൾ ഇവര് പറഞ്ഞു. അപ്പത്തേനും നമുക്ക് വീണ്ടും നമുക്ക് വിഷമം വന്നു. ഓക്കെ, ഐ എം സോ സോറി ടു ഹിയർ ദാറ്റ്, അല്ലെങ്കിൽ ഓക്കെ ഐ എം സോ സോറി ടു ഹിയർ ദാറ്റ് നമ്മൾ ആദ്യം ഒന്ന് പറഞ്ഞെങ്കിൽ അത് പിന്നെയും പറയണ്ട. അതിന് പകരം ഓക്കെ യു ഹാഡ് നോസിനസ് ആൻഡ് ഡിസിനസ്, റൈറ്റ്? ഓക്കെ, എനിവേ ലെറ്റ് സി എന്നുള്ള നമ്മൾ പറയുവാണ്.
എന്നിട്ട് ഇവരോട് സിംറ്റംസിന്റെ കാര്യം ചോദിക്കുമ്പോൾ ഇവർ പറയുന്നുണ്ട് ഇവർ ഇത്ര ഡിസിനസും ഫെയിന്റും മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം, സോ എനി അതർ സിംറ്റംസ് യു ഹാഡ് അതർ ദാൻ ദിസ് ഡിസിനസ് ആൻഡ് ഫെയിൻനെസ്? അപ്പൊ അവർ പറയും ലൈക്ക് എനിക്ക് മസിൽ ക്രാംസ്, ബാഡ് ഹെഡേക്സ് ഉണ്ട് എന്നുള്ള കാര്യം ഇവർ പറയുകയാണ് കേട്ടോ. അപ്പൊ എനിക്ക് ഡോക്ടറെ ഇമ്മീഡിയറ്റ്ലി കാണണം എന്ന് പറയും. അപ്പൊ നമ്മൾ പറയും, ഓക്കെ മിസ്റ്റർ മാത്യു, പ്ലീസ് ഡു നോട്ട് വറി അബൌട്ട് ദാറ്റ്. The doctor will come immediately and he will be consulting you very shortly എന്നുള്ള പറയുവാണ്. എന്നിട്ട് അടുത്ത് നമ്മളോട് എന്താ പറഞ്ഞേക്കുന്നത്? ഫൈൻഡ് ഔട്ട് എന്ന് പറഞ്ഞാൽ ചോദിച്ച് മനസ്സിലാക്കണം. അപ്പൊ ഇത് ഫൈൻഡ് ഔട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻ ചോദിക്കണം. നമ്മൾ ചോദിക്കുകയാണ്, I would like to ask you some questions. Could you please tell me if you have any ongoing medical conditions? ഒന്നെങ്കിൽ ഇങ്ങനെ ചോദിക്കുക, I would like to ask you some questions. Is that okay? എന്ന് ചോദിക്കുക. എന്നിട്ട് ചോദിക്കുവാണ്, could you please tell me if you have any ongoing health conditions? ഇതിൽ ചോദിക്കാം, could you please tell me if you are taking medicines for any existing health problems? Okay, could you please tell me if you don't mind me saying? ഇതൊക്കെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ചോദിക്കുന്ന രീതിയാണ് ഇൻഡയറക്ട്ലി. ഇതാണ് OETക്ക് വേണ്ടത്. ഇതിനെപ്പറ്റി ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ പോയി കണ്ടു നോക്കുക. ഓക്കെ, അപ്പൊ അവര് പറയും എനിക്ക് സീരിയസ് ആയിട്ടുള്ള മെഡിക്കൽ ഇഷ്യൂസ് ഒന്നുമില്ല, എനിക്ക് ലൈക്ക് ബട്ട് ഐ ടേക്ക് ആന്റി ഹിസ്റ്റമിൻസ് ഫോർ ഹേ ഫീവറിന് വേണ്ടിയിട്ട് ആന്റി ഹിസ്റ്റമിൻസ് എടുക്കാറുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ പറഞ്ഞു ഓക്കെ ഫൈൻ. നൗ could you please tell me what was the level of hydration during your run, during the recent run? അല്ലെങ്കിൽ could you please tell me the amount of water that you consumed? Okay, and അത് നമുക്ക് ചോദിക്കാം, എത്ര വാട്ട് വാസ് ദ ലെവൽ ഓഫ് ഹൈഡ്രേഷൻ അല്ലെങ്കിൽ ലെവൽ ഓഫ് വാട്ടർ, the amount of water you consumed during the recent run. അല്ലെങ്കിൽ have you kept yourself hydrated? അങ്ങനെയൊക്കെ ചോദിക്കാം, have you kept yourself hydrated during the recent run? അപ്പൊ അവര് പറയും, ഞാൻ like I didn't take enough water with me on my run and that the weather was unexpectedly hot. അപ്പൊ നമ്മൾ പറയുവാണ്, okay Mr. Matthew, I really understood that you have not kept your body hydrated and that might be a reason for your current issue. മൈറ്റ് ആ പറയുന്നത്, കാരണം നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. നമ്മൾ ലൈക്ക് ഇന്ന കാരണം കൊണ്ട് തന്നെയാണെന്ന് പറയാൻ പറ്റില്ല, അതൊരു കാരണമായേക്കാം എന്ന് നമ്മൾ പറയുവാണ്. എന്നിട്ട് നമ്മൾ പറയുവാണ്, അപ്പൊ നമ്മൾ അവിടെ കൺസേൺ കാണിക്കുവാണ്. എന്നിട്ട് നമ്മൾ പറയാം, ആൻഡ് ഐ നോ ദാറ്റ് റൈറ്റ് നൗ യു ആർ ഫീലിംഗ് ലൈക്ക് യു ആർ ഫൈൻഡിങ് ഇറ്റ് ഡിഫിക്കൾട്ട് ഹിയർ, ബട്ട് ഐ വുഡ് ലൈക്ക് ടു ടെൽ യു എന്ന് പറഞ്ഞിട്ട് ഇമ്പോർട്ടൻസിനെ പറ്റി പറയണം. ഐ വുഡ് ലൈക്ക് ടു എംഫസൈസ് ഓൺ എ പോയിന്റ് ദാറ്റ് it is really important for you to take adequate fluid, especially while running or exercising in hot weather. ഓക്കെ, ഇനി ഇതിനെ കാണിക്കാൻ ഒന്നെങ്കിൽ നമുക്ക് ഓക്കെ എംഫസൈസ് എന്ന് പറഞ്ഞ വേർഡ് പറയാം, എംഫസൈസ് പറയാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് എന്നുള്ള ഇമ്പോർട്ടന്റ് എന്ന് പറയാം, ഇല്ലെങ്കിൽ ഇമ്പറേറ്റീവ് പറയാം കേട്ടോ. അങ്ങനത്തെ വേർഡ്സ് ഒക്കെ പറയാം. ഇറ്റ് ഈസ് റിയലി ഇമ്പോർട്ടൻറ്റ് ഫോർ യു ടു ടേക്ക് അഡിക്വേറ്റ് ഫ്ലൂയിഡ് എസ്പെഷ്യലി while running or exercising in hot weather. So that is to keep yourself hydrated. ഒന്ന് രണ്ട് പോയിന്റ്സ് നമുക്ക് തന്നെ ആഡ് ചെയ്യാം. റിയലി ഇമ്പോർട്ടൻറ്റ് ടു കീപ് യുവർ സെൽഫ് ഹൈഡ്രേറ്റഡ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് തന്നെ അവിടെ ആഡ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, അപ്പം ഈ കാര്യം നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പം അത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞേ. അടുത്ത് നമ്മൾ മൈ ക്ലിയർ മിസ്റ്റർ മാത്യു. അപ്പൊ ഇടയ്ക്ക് നമ്മൾ ഇവരോട് ചോദിക്കണം, നിങ്ങൾ ക്ലിയർ ആണോ, ഞാൻ തരുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. അതിനുശേഷം ലാസ്റ്റ് ഇവരോട് ചോദിക്കണം നമ്മൾ, ഡു യു ഹാവ് എനി കൺസേൺസ് മിസ്റ്റർ മാത്യു, അല്ലെങ്കിൽ ഈസ് ദർ എനിത്തിങ് എൽസ് ദാറ്റ് യു വുഡ് ലൈക്ക് ടു ആസ്ക് മീ മിസ്റ്റർ മാത്യു എന്ന് ചോദിക്കുവാണ്. അപ്പത്തേനും മാത്യു പറയുവാണ്, ലൈക്ക് വാട്ട് വിൽ ഹാപ്പൻ നെക്സ്റ്റ്, അടുത്ത് എന്താ സംഭവിക്കുന്നത്, ലൈക്ക് ഐ എം റിയലി ആൻഷ്യസ്. മാത്യു ഭയങ്കര ആൻഷ്യസ് ആണ് about being well enough to run in next month's half marathon. ഈ മാത്യുവിന് അടുത്ത മാസം ഒരു ഹാഫ് മാരത്തോൺ ഉണ്ട്, അപ്പൊ അതിന് എനിക്ക് ഓടണം, ലൈക്ക് ഐ നീഡ് ടു റൺ. അപ്പത്തേന് ഞാൻ ഓക്കെ ആവുമോ എന്നുള്ളതിന് പേടിയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾക്ക് വീണ്ടും വിഷമം വരും. വിഷമമല്ല, നമ്മളൊക്കെ അവരുടെ ഒരു ഇയാൾക്ക് ഓട്ടത്തിനോടുള്ള ഒരു ആഗ്രഹം എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കും. അപ്പൊ നമ്മൾ പറയാം, Mr. Matthew, I really understood that you are fond of running and the importance of that half marathon. And I know that you're really worried and concerned about that. But Matthew, please do not worry. Just like I mentioned before, the doctor will come very shortly. And once he will do a physical examination.
that he will be checking your temperature, your blood pressure, urine, and all the necessary things. And then if and then if he is diagnosing that you have your current issue is related to any heat exhaustion, then nothing to be worried, because you will be recovering soon from your condition, and I can assure you that. മനസ്സിലായോ? ഈ സെന്റൻസ് എഴുതിയെടുക്കേണ്ടവർക്ക് ഒന്നുകൂടെ കേട്ടിട്ട് എഴുതിയെടുക്കാം. ഓക്കെ, ഫൈൻ. എന്നിട്ട് നമ്മൾ പറയണം, ബട്ട് മിസ്റ്റർ മാത്യു, ആം ഐ ക്ലിയർ എന്ന് ചോദിക്കാവേ. യു വിൽ റിക്കവർ സൂൺ എന്ന് പറഞ്ഞിട്ട് ആം ഐ ക്ലിയർ മിസ്റ്റർ മാത്യു, അല്ലെങ്കിൽ അങ്ങനെ ചോദിക്കാം, ഇസ് ദാറ്റ് ക്ലിയർ എന്ന് ചോദിക്കാം. എന്നിട്ട് നമ്മൾ പറയണം, ബട്ട് മിസ് മാത്യു, ഐ വുഡ് ലൈക്ക് ടു give you some advices in order to avoid future heat exhaustion. May I proceed with that? കേട്ടോ, അങ്ങനെ പെർമിഷൻ എടുക്കണം. അതിന് സൈൻ പോസ്റ്റിംഗ് എന്നാ പറയുന്നത് കേട്ടോ, പെർമിഷൻ എടുക്കുന്നതിന്. ഇതൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് നേരത്തെ. അപ്പൊ നമ്മൾ ആ കാര്യം ഇവിടെ പറഞ്ഞു. എന്നിട്ട് നമ്മൾ പറയണം, സോ ഫോർ ദാറ്റ് പർപ്പസ് ഈസ് ദാറ്റ് ഓക്കെ വിത്ത് യു മിസ്റ്റർ മാത്യു, അതായത് ഐ വുഡ് ലൈക്ക് ടു ഗിവ് യു സം അഡ്വൈസസ് ഇൻ ഓർഡർ ടു അവോയ്ഡ് ഹീറ്റ് എക്സോഷൻ ഇൻ ദ ഫ്യൂച്ചർ. മേ ഐ പ്രൊസീഡ് വിത്ത് ദാറ്റ്, അല്ലെങ്കിൽ ഈസ് ദാറ്റ് ഓക്കെ വിത്ത് യു മിസ്റ്റർ മാത്യു എന്ന് ചോദിക്കുവാണ്. എന്നിട്ട് നമ്മൾ പറയുവാണ്, സോ ഫോർ ദാറ്റ് പർപ്പസ് ഫസ്റ്റ്ലി യു നീഡ് ടു വെയർ ലൂസ് ക്ലോത്തിങ്. നിങ്ങൾ ലൂസ് ക്ലോത്തിങ് ആയിരിക്കണം എഴുതുന്നത്. അതുപോലെ തന്നെ avoid hottest part of the day. It is really important for you to avoid hottest part of the day. അതിന്റെ കൂടെ നമുക്ക് ഒരു പോയിന്റ് കൂടെ ആഡ് ചെയ്യാം. കാരണം ഇന്ന് അവർ ആഫ്റ്റർനൂൺ ഭയങ്കര അൺഎക്സ്പെക്ടഡ്ലി ഹോട്ട് വെതർ ആയിരുന്നു അവർ പറഞ്ഞല്ലേ. അപ്പൊ നമുക്ക് പറയാം, എസ്പെഷ്യലി ടുഡേ യു ടോൾഡ് ദാറ്റ് while you were running in the afternoon and the climate was very hot. It was hot weather, right? So it is really important for you to avoid hottest part of the day in order to avoid situations just like this. And എക്സെട്ര കൊടുത്തിരിക്കുന്ന എന്തിനാ, നമുക്ക് എന്തെങ്കിലും ആഡ് ചെയ്യാൻ വേണ്ടിട്ടാ. അവിടെ നമുക്ക് പറയാം, ഇറ്റ് ഈസ് ഓൾസോ റിയലി ഇമ്പോർട്ടൻറ്റ് ഫോർ യു ടു കീപ് യുവർ സെൽഫ് ഹൈഡ്രേറ്റഡ് ഓൾവേസ്, എസ്പെഷ്യലി വൈൽ റണ്ണിങ് or exercising, because keeping our body with enough fluid is always important for people just like you എന്നുള്ളത് പറഞ്ഞു കൊടുക്കുവാണ്. റൺ ചെയ്യുന്നവർക്ക്, മാരത്തോൺ പോകുന്നവർക്ക് എപ്പോഴും നമ്മുടെ ബോഡി ഫ്ലൂയിഡ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ടേക്ക് ഇനഫ് വാട്ടർ വിത്ത് യു വൈൽ റണ്ണിങ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇവർക്ക് പറഞ്ഞ് എക്സ്പ്ലനേഷൻ കൊടുക്കുക. ആം ഐ ക്ലിയർ മിസ്റ്റർ മാത്യു എന്ന് ചോദിച്ചു. അപ്പൊ അവർ പറഞ്ഞു, ഓക്കെ ക്ലിയർ. ഈസ് ദർ എനിത്തിങ് എൽസ് ദാറ്റ് യു വുഡ് ലൈക്ക് ടു ആസ്ക് മീ? വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇല്ല, ഒന്നുമില്ലെന്ന് പറയുന്നു. അപ്പൊ നമ്മൾ ഓക്കെ, ഐ ഹോപ്പ് ഐ ഹാവ് ക്ലാരിഫൈഡ് ഓൾ യുവർ ഡൗട്ട്സ്. ആൻഡ് വേണമെങ്കിൽ ഒന്ന് റിയഷ്യൂർ ചെയ്യാം. നിങ്ങളുടെ 5 മിനിറ്റ് ടൈം തീരാറായെന്ന് തോന്നിയാൽ നിങ്ങൾ അവിടെ കൺക്ലൂഡ് ചെയ്യുക. കുറച്ച് ടൈം ഉണ്ടെന്ന് നിങ്ങൾ തോന്നുവാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്വിക്ക് ആയിട്ട് റിയഷ്യൂർ ചെയ്യാം. മിസ്റ്റർ മാത്യു, ഐ വുഡ് ലൈക്ക് ടു റിയഷ്യൂർ യു ദാറ്റ് it is really important for you to take like enough water. ഈ ഒരു കേസിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന റിയഷ്യൂർ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം ഈ പേഷ്യന്റ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ കിടക്കുവാണ്. ആൻഡ് അത് മാത്രമല്ല, ഡോക്ടർ ഇനി വന്ന് ഇവരെ ഫിസിക്കൽ എക്സാമിനേഷൻ നടത്തണം. ഇവരുടെ കണ്ടീഷൻ ഏതാണെന്ന് അറിയണം. അപ്പൊ ഇവർ ഡിസ്ചാർജ് ആയി പോവല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഡിസ്ചാർജ് മീൻസ് അവർ തിരിച്ചു പോവല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ റിയഷൻസ് കൊടുക്കണമെന്നില്ല. ഇത്ര മാത്രം പറഞ്ഞു നിർത്തുക. എന്നിട്ട് പറയുക, I hope I have clarified all your doubts, and in between if you have any other queries or issues, you can just press the bell. I will come here to help you out. Okay, thank you so much for listening and wish you a speedy recovery എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇവര് ലൈക്ക് അത്യാവശ്യം സ്പീഡി റിക്കവറി പ്രോസസ്സിലാണല്ലോ നിൽക്കുന്നത്. മാരത്തോണിൽ ഓടി ഡീഹൈഡ്രേറ്റഡ് ആയിട്ട് വന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ പറയാൻ പറ്റുന്നത്. ഇവിടെ ഓർക്കുക, ഈ ഒരു കേസിൽ നമ്മളെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ചില കേസിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാതെ നമ്മൾ പറയും ഗുഡ് മോർണിംഗ്, ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു എന്ന് നേരിട്ട് ചോദിക്കാറുണ്ട്. ഈ ഒരു കേസിൽ നമുക്കത് പറയാം, ഗുഡ് മോർണിംഗ്, മൈ നെയിം ഈസ് സോ ആൻഡ് സോ, ഐ എം വൺ ഓഫ് ദി രജിസ്റ്റേർഡ് നഴ്സസ് ഇൻ ദിസ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. ബിഫോർ മൂവിംഗ് ഫർദർ മേ ഐ നോ യുവർ നെയിം ആൻഡ് ഏജ് പ്ലീസ് പറയാം. എന്നിട്ട് ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു ചോദിക്കാം. രണ്ട് രീതിയിൽ ചോദിക്കാം. അല്ലെങ്കിൽ ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു ചോദിച്ചിട്ട് അവരുടെ നെയിമും ഏജും ചോദിക്കാം. ഇനി ഡൗട്ട് ഉള്ളവർ ഈ വീഡിയോ ഒന്നുകൂടെ കണ്ടു നോക്കാം. ഞാൻ പറഞ്ഞ സെന്റൻസുകളൊക്കെ എഴുതിയെടുക്കാം കേട്ടോ. ഇത്രയൊക്കെയാണ് ഈ ഒരു റോൾ പ്ലേ കാർഡിന്റെ എക്സ്പ്ലനേഷൻ. ഐ ഹോപ്പ് ദിസ് സെഷൻ ഹെൽപ് യു അലോട്ട്. ആൻഡ് നമ്മുടെ പിങ്ക് ഇംഗ്ലീഷിന്റെ 30 hours ഓൺലൈൻ ക്ലാസ് നമ്മൾ റൺ ചെയ്യുവാണ്. ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ക്ലാസ്സസ് ആണ്. 1-to-1 സെഷൻസിലായിരിക്കും ക്ലാസ് എടുത്തു തരുന്നത്. നിങ്ങളുടെ 4 മൊഡ്യൂൾസും കവർ ചെയ്യും. 30 hours-ന് 10,000 rupees ആണ് ഫീസ് വരുന്നത്. എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യേണ്ടവർക്ക് ജോയിൻ ചെയ്യാം. നല്ല ഇൻഡിവിജ്വൽ ആയിട്ട് ഈ രീതിയിലുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ OET എന്നൊരു സ്വപ്നം സാക്ഷാത്കരിക്കാൻ നിങ്ങൾക്ക് ഇടയാവട്ടെ. നിങ്ങളുടെ സ്വപ്ന രാജ്യങ്ങളിലേക്ക് നിങ്ങൾക്ക് ഓരോ അടുത്ത വർഷം തീരുന്നതിന് മുമ്പ് എത്താൻ നിങ്ങൾക്ക് സഹായിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. സോ ഐ ഹോപ്പ് ദിസ് വീഡിയോ ഹെൽപ് യു അ ലോട്ട്.
ഇനി ഇതുപോലത്തെ കൂടുതൽ വീഡിയോകൾ കാണാൻ വേണ്ടിയിട്ട് പിങ്ക് ഇംഗ്ലീഷിന്റെ ഒഫീഷ്യൽ യൂട്യൂബ്, ഫേസ്ബുക്ക് ആൻഡ് ഇൻസ്റ്റാഗ്രാം ചാനൽസ് ഫോളോ ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ്.